ഹലോ ഹായ്. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇതും ലോങ് അല്ല, ഒരു 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ വീഡിയോ. ഇത് അടുക്കള ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതെല്ലാം കൂടെ ചേർത്ത് ഇടുക. ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഇച്ചിരി മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ കണ്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത് മുളക് പൊടി ഇങ്ങനെ കറിക്കിടെ കൂട്ടുകളെല്ലാം വെക്കുന്ന ചായപ്പൊടി ഒക്കെ വെക്കുന്നത് വൃത്തിയാക്കിയിട്ടില്ല, വൃത്തിയാക്കുന്നതിന് മുമ്പുള്ളൊരു ഇത് കാണിച്ചു തന്നതാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ ഒഴിച്ച് എടുക്കാനുള്ള എളുപ്പത്തിൽ അടുത്ത് വെക്കും, ബാക്കിയുള്ളത് ഇങ്ങനെ മേളിൽ വെക്കും. ഇപ്പോൾ കുപ്പിയെല്ലാം ഒഴിഞ്ഞിരിക്കും, അപ്പോൾ അതൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി പുറം കഴിയിട്ട്. പിന്നെ ദാണ്ട് അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ക്ലീനിങ്ങിന് മുന്നേ ഉള്ള അടുക്കളയുടെ അവസ്ഥയാണ്. കാരണം മാറാലയും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ ഇത് നമ്മൾ വിഷുവിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിന് വിഷുവിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്ത് വെച്ചുകൊണ്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, അധികം സമയമൊന്നുമില്ല. അപ്പം മേഖലയിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം സഞ്ചി കാര്യങ്ങൾ, ഈ റേഷൻ കടയിലൊക്കെ പോകുന്നത് അതെല്ലാം എടുത്ത് താഴെ ഇറക്കി നമ്മളൊരു ഒരു കാർട്ടൂൺ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതെല്ലാം അടുക്കി പറക്കി അതിനകത്ത് ഇട്ട് വെച്ചു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി. അത് വൃത്തിയായിരിക്കുകയും ചെയ്യും, പൊടിയും കാര്യങ്ങളും ഒന്നും കയറത്തുമില്ല. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ചാക്കും കാര്യങ്ങളെല്ലാം മേളിൽ നിന്ന് എടുത്തിട്ട് അവിടെ എല്ലാം നല്ലോണം തൂത്ത് മാറാലയും കാര്യങ്ങളും എല്ലാം അടിച്ച് അത് നല്ല ക്ലീനാക്കി വൃത്തിയാക്കി എടുത്ത്. കാരണം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ സഞ്ചിയും പിന്നീട് അത് എടുത്ത് അങ്ങോട്ട് മാറ്റാഞ്ഞെന്ന് വെച്ചാൽ അത് നമ്മൾ റേഷൻ കടയിൽ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ സഞ്ചികളാക്കി അത് അങ്ങനെ തന്നെ വെച്ച്. അപ്പോൾ പോകുമ്പോൾ അതെടുത്തുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് സഞ്ചികളെല്ലാം എടുത്ത് മറ്റേ കാർട്ടൂണിനകത്ത് അടുക്കി വെച്ച് ഇത് നമ്മൾ ഷെയ്ഡിൽ നിന്നെല്ലാം തൂത്തിറക്കിൻ്റെ പൊടി സിങ്കിലോട്ടും വീണത് അതിന് കഴുകി കളഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാനൊക്കെ നമുക്ക് ഓരോന്ന് പറക്കി ഒതുക്കി വരുമല്ലോ. പിന്നെ സിങ്കൊന്ന് വൃത്തിയാക്കിയിട്ട് അപ്പം ഉള്ള പാത്രങ്ങൾ അവിടെ തുടച്ചിട്ടിട്ട് ഇപ്പം നല്ലോണം ഒരു വശം തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പാത്രങ്ങളെല്ലാം മാറ്റി. അവിടെ നമ്മൾ പാത്രങ്ങൾ അടുക്കി വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ, അതെടുത്ത് മാറ്റിയിട്ട് അതിൽ ഉണങ്ങിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ കഴുകി വെച്ച പാത്രങ്ങൾ ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ പാത്രങ്ങൾ നമ്മൾ കൗണ്ടർ തുടച്ചിട്ട് അവിടെ എടുത്ത് വെച്ച് വെക്കുവാണ്. അപ്പം പൊടി ആവത്തുമില്ല. നനഞ്ഞ പാത്രങ്ങൾ ഉണങ്ങിയ പാത്രത്തിൻ്റെ കൂടെ വെക്കും, പിന്നെ അതും നനയും. പിന്നെ ഗ്ലാസും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കമത്തി അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളെല്ലാം വീണ് തൂത്തിറക്കിയപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. പിന്നെ എണ്ണയുടെ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, കാരണം കയ്യിൽ നിന്ന് വെക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എണ്ണ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഗ്ലാസ് ഇട്ട് വെക്കുന്ന അതും കഴുകി വെച്ച്. കാരണം ഇതെല്ലാം ഒതുക്കി കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് ഒന്ന് വെള്ളം വാർന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് കഴുകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കഴുകി പറക്കി ഒതുക്കും തോറും കഴുകി വെക്കുന്നത്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതാത് സ്ഥലങ്ങളിൽ ഇതെല്ലാം എടുത്ത് ഒതുക്കി പറക്കി വെക്കാനും പറ്റും, വെള്ളം വാർന്ന് പോവുകയും ചെയ്യും. പിന്നെ നമ്മളെ കബോർഡുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത്, അത് പിന്നെ ഇച്ചിരി ലൈസോളും കാര്യങ്ങളും എല്ലാം ഒഴിച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ അത് തുറന്നിട്ട് നല്ലോണം ഉണക്കി എടുപ്പിച്ച്. പിന്നെ സാധനങ്ങളെല്ലാം അതത് സ്ഥാനത്ത് അടുക്കി പറക്കി പാട്ടകളെല്ലാം തുടച്ച് അടുക്കി പറക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണിപ്പോൾ കാണുന്നത്. എല്ലാം വൃത്തിയാക്കി അധികം കബോർഡ് വെക്കാൻ സാധനങ്ങളൊന്നുമില്ല, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പൊടിവർഗ്ഗങ്ങളും കാര്യങ്ങളും. പിന്നെ സ്റ്റാൻഡ് പഴയ സ്ഥലത്ത് തന്നെ എടുത്തുകൊണ്ട് വെച്ചു, അതിൽ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഗ്ലാസ് ഒന്ന് വെള്ളം വാർന്നപ്പോൾ ഞാൻ തുണിയിലോട്ട് എടുത്ത് കമത്തി വെച്ചു, ബാക്കി ഈർപ്പം പോകാനായിട്ട്. അപ്പോഴത്തേക്ക് അത് ഉണങ്ങി ഒരു സെറ്റ് ആയായിരുന്നു. ഇനി അത് സെറ്റ് ചെയ്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആ ജോലിയും തീരും. ബാക്കി ഉണങ്ങാനുള്ള പാത്രങ്ങളെല്ലാം അടുക്കി വൃത്തിയാക്കി നമ്മളെ ചരുവത്തിൽ തന്നെ വെച്ച് ഇത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. കുറേ നേരം ഞാൻ തുറന്നിട്ട്, കാരണം നനവുണ്ടല്ലോ, അപ്പം വേറൊന്നും ആവാതിരിക്കാൻ വേണ്ടി തുറന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് അന്ന് വൃത്തിയാക്കി ഒരു വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് തുറന്നിട്ടിരുന്നു. പിന്നെ 2-3 മണി പ്ലാന്റും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിരിക്കുക. ബായ്.